വെൽക്കം ബാക്ക് ടു ഗിരു ചാനൽ. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളവിടെ സെൻട്രൽ ടാക്കീസിൽ വന്നിരിക്കുകയാണ്. കളങ്കാവൽ എന്ന സിനിമ കാണാൻ 6:30 ഷോ. ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നത്. കളങ്കാവൽ ഡയറക്റ്റഡ് ബൈ ജിതിൻ കെ ജോസ്, ഡെബ്യൂ ഡയറക്ടർ. പുള്ളിയുടെ മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത 7ാമത്തെ സിനിമയായത് കളങ്കാവൽ എന്ന സിനിമയാണ്. ഇതേ ഇപ്പം നേരെ കണ്ടു കഴിഞ്ഞ് ഇതേ ഇപ്പോൾ വീഡിയോ ഇടുന്നേ ഉള്ളൂ. എങ്ങനെയുണ്ടെന്ന് പറയാനാണെങ്കിൽ എനിക്ക് ഈ പടത്തിൽ പോസിറ്റീവായിട്ട് മെയിൻ എടുത്ത് പറയണമെന്ന് വെച്ചാൽ മമ്മൂക്ക എന്ന നടനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു എന്താ പറയുക, വില്ലൻ ക്യാരക്ടർ ഹി വാസ് നെയിൽഡ് ഇറ്റ് എന്ന് പറയാം. ഒന്നും പറയാനില്ല. എന്താ ഒരു നെഗറ്റീവ് റോള്, നമുക്ക് ശരിക്കും നല്ല ദേഷ്യം തോന്നിക്കുന്ന അങ്ങനത്തെ തരം വില്ലൻ ക്യാരക്ടറാണ് പുള്ളി നന്നായിട്ട് ചെയ്തിരിക്കുന്നത്. എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തത്. കുറേ കാലത്തിന് ശേഷം പുള്ളിക്കാരൻ്റെ ഒരു കിഡിലും പെർഫോമൻസ്, അതായത് ബ്രഹ്മയുഗത്തിന് ശേഷമുള്ള പുള്ളിയുടെ വില്ലൻ ക്യാരക്ടറായിട്ട് ചെയ്യുന്നൊരു പടമാണിത്. എന്താ ക്യാരക്ടറുള്ള പുള്ളി വളരെ പെർഫെക്റ്റായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ. അതുപോലെ ഈ സിനിമയുടെ മേക്കിംഗ് ആണെങ്കിൽ ടെക്നിക്സ് ആയിട്ടാണെങ്കിലും BGM മ്യൂസിക്കൊക്കെ മജീദാണ് ഈ സിനിമയുടെ മ്യൂസിക്കും BGM കൈകാര്യം ചെയ്തത്. പുള്ളിക്കാരൻ്റെ BGM ഈ സിനിമയിൽ കത്തിച്ചിട്ടുണ്ടെന്ന് പറയാം. കാരണം ചില സീൻസിലെ BGM നല്ലൊരു ഇമ്പാക്റ്റ് കിട്ടിയിട്ടുണ്ട്. അന്തമാതിരി പണി വെച്ചിറക്ക്. അതാണ് ഈ സിനിമ മൊത്തത്തിൽ. പിന്നെ ഈ സിനിമ എങ്ങനെയാണ് മൊത്തത്തിൽ പറയാനാണെങ്കിൽ മമ്മൂക്ക അഴിഞ്ഞാടി എന്ന് പറയാം, കസറി എന്ന് പറയാം. സിനിമ എനിക്കൊരു നല്ലൊരു ഗുഡ് ആൻഡ് വാച്ചബിൾ എന്ന ഒരു തരം മൂവിയായിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ്, സിനിമ ഒരു ഗംഭീരമായിട്ട് നല്ല തുടക്കം തന്നിട്ടുണ്ട്. എന്നാൽ ഇടയ്ക്ക് എവിടെയോ ചെറിയൊരു ലാഗ് തട്ടിയെങ്കിലും ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുപോയി. ഫസ്റ്റ് ഹാഫ് നല്ലൊരു, ഒപ്പം ഇൻ്റർവെൽ ഒരു കിടിലം പീക്ക് ഇൻ്റർവെലായിട്ട് തന്നെ തന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് കുറച്ചൊരു മിഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഫസ്റ്റ് ഹാഫിനേക്കാളും അല്പം ലാഗ് കൂടി അവിടെ ഇവിടെ തോന്നി. പക്ഷേ ഇത് സിനിമയുടെ സ്റ്റോറി ബിൽഡപ്പ് ചെയ്ത രീതിയിലാണ് കൊണ്ടുപോയത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പതുക്കെ സ്ലോ പേസിലാണ് ഈ സിനിമ പോയി. അവസാനം 20 മിനിറ്റ് പൊന്നോ, തിയേറ്ററിൽ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ലാസ്റ്റ് 20 മിനിറ്റാണ് പടം ഏറ്റവും തകർത്തതെന്ന് പറഞ്ഞാൽ. ഒരു സത്യം പറയുകയാണെങ്കിൽ കളങ്കാവലെ സിനിമ മമ്മൂക്കയുടെ ഈ അടുത്ത് കണ്ടിട്ടുള്ളതിൽ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് വർക്കായതൊരു പടം തന്നെയാണ് ഞാൻ എടുത്ത് പറയാം. കാരണം ഇതിനു മുന്നേ ഞാൻ കണ്ട സിനിമ എനിക്ക് സത്യം പറയാൻ ഒരു ഹോണസ്റ്റായിട്ട് ഞാൻ പറയാണ്, ഇതിനു മുന്നേ അദ്ദേഹത്തിൻ്റെ ഈ വർഷം കണ്ട 2 സിനിമ എനിക്ക് പൂർണ്ണ സംതൃപ്തി തരാത്ത പടങ്ങൾ തന്നെ, ഡൊമിനിക്കും ബസൂക്ക. പക്ഷേ ഇത് എനിക്ക് അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് തിയേറ്ററിൽ തരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇറ്റ് വാസ് ഗുഡ്. പ്രത്യേകിച്ച് ലാസ്റ്റ് 20 മിനിറ്റ് തകർത്തോടെ പടം തൂക്കിയെന്ന് പറയാം. ഈ സിനിമയിൽ വിനായകനും മമ്മൂക്കയുടെ ഒപ്പം അത്യാവശ്യം നല്ല ക്യാരക്ടർ പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള മറ്റു താരങ്ങൾ, അതായത് ആക്ട്രസ്, ഇതിൽ മൊത്തം കുറേ നടിമാർ അഭിനയിച്ചിട്ടുണ്ട്. അവരും അത്യാവശ്യം നന്നായിട്ട് അവരുടെ റോള് നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേക്കിംഗ് ആണെങ്കിൽ ടെക്നിക്സ് ആയിട്ടാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മേക്കിംഗ് ടെക്നിക്സ് ആയിട്ടൊക്കെ ഭംഗിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എടുത്ത് പറയുകയാണെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് പടത്തിൻ്റെ ഒരു വീക്കാണ്. അതാണ് എനിക്ക് ആ ഒരു നെഗറ്റീവായിട്ട് തോന്നിയെന്ന് വെച്ചാൽ. അല്ലാതെ എനിക്ക് വേറൊരു നെഗറ്റീവായിട്ട് പറയാനോട്ട് ഒന്നുമില്ല. 2 മണിക്കൂർ 19 മിനിറ്റാണ് ഈ സിനിമയുടെ ആ ഡ്യൂറേഷൻ. എനിക്ക് മൊത്തത്തിൽ ഈ സിനിമ എന്താ പറയുക, ഇതെന്തായാലും നിങ്ങൾ പോയി തിയേറ്ററിൽ പോയി കണ്ടോ. പക്ഷെ കഴിയാന്ന് വെച്ചാൽ ഇതൊരു കുട്ടികളെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫാമിലി ഓഡിയൻസിനായിട്ട് അധികം ടിക്കറ്റ് എടുത്ത് കാണാതെ കഴിയെങ്കിൽ തനിച്ച് പോയിരുന്ന് കണ്ടാൽ ഇതിനും ഗംഭീരം, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ തനിച്ച് പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്താൽ നിങ്ങൾക്കിത് കൂടുതൽ നല്ലൊരു അത്രേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ബ്രദറും പുള്ളിക്കാരൻ്റെ ഫ്രണ്ട്സുമായിട്ടാണ് പോയാണ് ഈ സിനിമ കണ്ടത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ സെൻട്രൽ ടാക്കീസിലാണ് ഈ പടം പോയി കണ്ടത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ തിയേറ്ററിൽ വന്ന ഈ സിനിമ കാണുന്നത്. പക്ഷേ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അത് നല്ലൊരു എക്സ്പീരിയൻസിലൂടെ എനിക്ക് സിനിമ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. കളങ്കാവൽ എന്ന സിനിമ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ താഴെ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക.
അപ്പോൾ ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5/4. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് ആയിട്ട് ഇനി വരാം. അതുവരെയ്ക്കും സുലാൻ ആൻഡ് ഗുഡ് നൈറ്റ്.